ഒരുപാട് രോഗങ്ങൾ വന്ന് വലയുന്നവരുണ്ട്. ചികിത്സ കിട്ടാതെ ആ ചികിത്സ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടി പിരിവുകളുമായി വരുമ്പം നമുക്കുള്ളതിൽ നിന്ന് കുറച്ചെടുത്തു കൊടുക്കാനുള്ള കാരുണ്യം, ആ ഒരു മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ VIP. മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ തലയിലുള്ള ഒരു സോഫ്റ്റ്വെയറുകളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെത്രയോ വിശാലാണ്. നമുക്ക് പാരമ്പര്യമായി ലഭിച്ച അറിവുകൾ, നമ്മൾ പഠിച്ചെടുത്ത അറിവുകൾ, ഇതിനനുസരിച്ചൊക്കെ ഒരു മനുഷ്യൻ്റെ രൂപം, ഒരു വിശ്വാസം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കുന്നവർ വളരെ ചെറിയൊരു മൈനോറിറ്റി ആയിരിക്കും. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. ഒരേ സംഘടനയിൽ തന്നെ പലർക്കും പല വിശ്വാസങ്ങളാണ്. പക്ഷെ മനുഷ്യൻ എല്ലാവർക്കും ഒരേ രൂപ, ഒരേ കോശങ്ങളാണ്, ഒരേ മൈറ്റോകോൺട്രിയ, ഒരേ ഹൃദയം, ഒരേപോലുള്ള ഹൃദയം, ഒരേപോലുള്ള ജീവൻ്റെ സ്പന്ദനങ്ങൾ. ഈ ജീവൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ, ആശുപത്രി വളപ്പുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരാളുടെയും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഇറങ്ങിച്ചെല്ലുന്ന വിശ്വാസി സമൂഹങ്ങളെ നമ്മൾ കാണാറുണ്ട്. അത് ഇന്ന വിശ്വാസത്തിൽ ഇന്ന സംഘടന എന്നല്ല, എല്ലാത്തിലും അതുപോലെയുണ്ട്. ഈ ചേർത്ത് പിടിക്കലാണ് മനുഷ്യന് ആവശ്യം. പലപ്പോഴും പല മനുഷ്യരും അനാഥരർ പോലെയാണ്. അവർക്ക് നോക്കാൻ ആളുണ്ടാവില്ല. നോക്കാൻ ആളുണ്ടെങ്കിൽ പോലും അടുത്തുണ്ടാവില്ല. ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കൂടെ ചേർത്ത് വെക്കാൻ ഒരാളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇത്തരമൊരു മാനസികാവസ്ഥയാണ് ഒരു വിശ്വാസിയുടെ കരുത്ത്. മറ്റുള്ളവർക്ക് ദയ, കാരുണ്യം, ഇതൊക്കെ ചെയ്യൽ തന്നെയാണ് ഒരു വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുക, കുറ്റം പറയുക, വിശ്വാസത്തിൻ്റെ പേരിൽ ശത്രുത ഉണ്ടാക്കിയെടുക്കുക, ഇതൊന്നും ഒരു വിശ്വാസത്തിൻ്റെ പ്രൊഡക്റ്റല്ല. സഹജീവികളോടും സഹമനുഷ്യരോടും കാരുണ്യം തോന്നുന്ന അത്രയോളം നമ്മുടെ മാനസികാവസ്ഥ വളരുമ്പോഴേ നമ്മളിൽ വേദപുസ്തകങ്ങളും പ്രവാചകന്മാരുടെയും മറ്റെല്ലാ പ്രവാചകരുടെയും നിർദ്ദേശങ്ങളും ആചാര്യന്മാരുടെ നിർവചനങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുള്ളൂ. ആ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഔന്നത്യഭാവമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ള നിർദ്ദേശങ്ങളായിരിക്കാം ഈ ഒരു, ഞാൻ ക്ലാസ്സുകൾ എനിക്കതൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു ടൈറ്റിൽ എന്നെ ഒരുപാട് ആകർഷിച്ചു എന്നുള്ളതാണ്.